ആഘോഷം എന്തുമാകട്ടെ, കോഴിക്കോട്ടുകാർക്ക് മിഠായി തെരുവ് വിട്ട് ഒരു കളിയുമില്ല. സ്ഥാനാർത്ഥികൾ എത്തിത്തുടങ്ങിയതോടെ മിഠായി തെരുവിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുകയാണ്. നല്ല ടോപ്പ് രാഘവേട്ടൻ ഒരു വോട്ട്. നിങ്ങളെ വക ഏത് ടോപ്പ് എടുത്താലും 250 റുപ്യ. നല്ല ടോപ്പ് കൊണ്ടുപോയിക്കോളൂ, 250 റുപ്യ ഉള്ളൂ. നിങ്ങളെ വോട്ട് രാഘവേട്ടന്. നമ്മൾക്കൊരു ടോപ്പിന്റെ കച്ചവടം ഇങ്ങോട്ട് പോരി ഏച്ചി. നല്ല ടോപ്പിന് 250 റുപ്യ, രാഘവേട്ടൻ ഒരു വോട്ട്. അതാണ് നമ്മളെ മുദ്രാവാക്യം കേട്ടോ. എല്ലാവരും ഒരു വോട്ട് രാഘവേട്ടന് ചെയ്യുക. നല്ല ടോപ്പ് 250 റുപ്യ. എല്ലാവരും രാഘവേട്ടന് വോട്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് നല്ലൊരു ടോപ്പ്, നിങ്ങളെ നല്ല വോട്ട് രാഘവേട്ടനും. നല്ല വോട്ട്, നല്ല ടോപ്പ്. എല്ലാ നസീർക്ക് എന്താ പരിപാടി? പ്രചരണം കച്ചവടം ഒരുമിച്ചാണോ? പ്രചരണം കച്ചവടം ഒരുമിച്ചാണ്, അടിച്ചു പൊളിയാണ്. രാവിലെ പ്രചരണത്തിന് ഇറങ്ങും, ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് നമ്മൾ കച്ചവടത്തിന് ഇറങ്ങും. അത് കഴിഞ്ഞ് രാത്രി വീണ്ടും ഇതിന്റെ പ്രചരണം, വോട്ട് ചേർക്കൽ, അങ്ങനെ കച്ചവടത്തിന് കയറിയാലും പ്രചരണം വിടുന്നില്ലല്ലോ. അയ്യേ, ഇത് നമ്മൾ ഒരിക്കലും വിടൂല. ഇതാണ് നമ്മളെ ക്യാമ്പയിൻ തന്നെ. ഇതാണ് കച്ചവടം ഇല്ലെങ്കിൽ നമുക്ക് രാഘവേട്ടൻ വിജയിക്കണം. ഈ രാഘവേട്ടൻ്റെ ടീഷർട്ട് ഇട്ടിട്ട് വിളിക്കുമ്പോഴേ എളമൻ കരിമിൻ്റെ ആൾക്കാരുണ്ട്, എം ഡി രമേശ് ആൾക്കാരുണ്ട്, അവർ കച്ചവടത്തിന് ഡ്രസ്സ് വാങ്ങാൻ വരും. അങ്ങനത്തെ വിഷയമൊന്നും ഇവിടെ ആർക്കും ഇല്ല. ഇവിടെ രാഘവേട്ടൻ എന്ന് പറഞ്ഞാൽ അതൊരു എല്ലാവരുടെ മനസ്സിലും ബ്രാൻഡായി കഴിഞ്ഞതാണ്. അല്ല, ഈ ടീഷർട്ട് ഇട്ട് ഇറങ്ങിയപ്പോഴേ കച്ചവടം കൂടിയാ കുറഞ്ഞു? കൂടുതലാണ്. വലിയ നഷ്ടമൊന്നുമില്ല. ആളുകൾക്കൊക്കെ എന്താണെന്നറിയാം, നമുക്ക് ഈ പ്രാവശ്യം കുറച്ച് നഷ്ടമോ ലാഭമല്ല നമ്മൾ നോക്കണേ. അടുത്ത 5 കൊല്ലെങ്കിലും ഇവിടെ സാധാരണക്കാർക്ക് ലാഭം വേണം. ഇവിടെ മതത്തിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു വേലിക്കെട്ടൊക്കെ ഉണ്ടാക്കിയിടാം. ഈ ദളിതനും മുസ്ലിമിനും ക്രിസ്ത്യൻസിനൊക്കെ വേറൊരു ചേരിയാക്കുക. എല്ലാവരും പഴയ കാലത്ത് 40 കൊല്ലം കോൺഗ്രസ് ഭരിച്ച കാലത്തൊന്നും ഈ ഏതെങ്കിലും അടുക്കളയിൽ പോയിട്ട് ഇങ്ങനെ ചട്ടി തുറന്നു നോക്കിയിട്ട് ബീഫ് എടുക്കുക, അത് ബീഫാണ്, അത് മാടാണെന്ന് പറഞ്ഞൊന്നുമില്ലല്ലോ. അതേ ഒരു ഭരണം ജനാധിപത്യ ലെവലിൽ വിശ്വസിക്കുന്ന ഈ മതേതരത്വം കാത്തു സൂക്ഷിക്കുമ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ ശക്തി RSS ആണ്. ഇന്ത്യൻ്റെ എതിരാളികൾ ആരാന്ന് ചോദിച്ചാൽ ഇന്ത്യൻ്റെ എതിരാളികൾ RSS ആണ്. RSS BJP. അതിനില്ലായ്മ ചെയ്യാനാണ് ഇവിടുത്തെ ഓരോ മതേതരത്വ കക്ഷികളും ഓരോ മതത്തിൽപ്പെട്ട ആളുകളും ഒരു കൈയോട് കൂടിയിട്ട് അല്ലെ ഒരുമയോട് കൂടി പ്രവർത്തിക്കുന്നത്. ഈ കോഴിക്കോട് വേറൊരു പ്രത്യേകത കൂടി ഉണ്ടല്ലോ. എല്ലാവർക്കും അറിയില്ല, മിഠായി തെരുവാണെങ്കിലും കോഴിക്കോടാണെങ്കിലും എല്ലാവരും ഒരു സൗഹാർദ്ദത്തോടു കൂടി ജീവിക്കുന്ന ഏക പ്രദേശം കോഴിക്കോടാണെന്നാണ് കേരളത്തിൽ വിചാരിക്കുന്നത്. അങ്ങനെ തന്നെയല്ലേ? കോഴിക്കോട് ഇപ്പോൾ ഒരു ഹിന്ദു ആണോ ക്രിസ്ത്യൻസ് ആണോ മുസ്ലിംസ് ആണോ നോക്കില്ല. ഇവിടെ ഇപ്പോൾ ഒരു അണ്ണനെ ഒരു ബംഗാളിനെ അടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ മറ്റോന് വന്ന് ചോദിക്കും, എന്തിനാണ്ട് അടിക്കണം എന്തിനാന്നൊക്കെ ചോദിക്കും. അങ്ങനത്തെ ആളുകളാണ്. സൗഹാർദ്ദവും എല്ലാം ഇങ്ങനെ സ്നേഹവും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു വിഭാഗം ആളുകളാണ്. അപ്പോൾ രാഘവേട്ടൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഇളയ മരത്തിനോടാണ് ഫൈറ്റ് ചെയ്യണത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വലിയ പടുമരേനും അതൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത നോർത്തിലൊക്കെ ഒരു പടുമരേനും. ഇപ്പോഴെന്താണ് ഒരു ഇളയ കൊമ്പുമല. ആ കൊമ്പൊന്നും രാഘവേട്ടൻ എന്താണ് ചെറിയൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ആ ചെറിയൊരു കൊമ്പ് നിഷ്പ്രയാസം നമ്മൾ അടിച്ച് മലർത്തും. 80,000 ചില്ലാൻ വോട്ടിന് ജയിച്ചു. 1.5 ലക്ഷം വോട്ടിന് രാഘവേട്ടന് സുഖമായിട്ട് ജയിക്കും. വലിയ പ്രവർത്തനം നടത്തണ്ട. ഇത് പിന്നെ നമ്മളെ രക്തത്തിലഞ്ഞ പാർട്ടി. നമ്മൾ യൂത്ത് ലീഗിൻ്റെ പയ്യാനക്കൽ മേഖല യൂത്ത് ലീഗിൻ്റെ സെക്രട്ടറിയാണ്. കഴിഞ്ഞ ഞായറാഴ്ച ഡബിൾ കച്ചവടം ചെയ്തിട്ടുണ്ട് നമ്മൾ. ഇന്നിപ്പോൾ ആരും ഇല്ലാത്തടത്ത് നമ്മളിവിടെ കച്ചവടം ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും കച്ചവടം മോശമാണ്, പക്ഷെ നമുക്ക് കുഴപ്പമില്ല, അത്യാവശ്യം കച്ചവടം ഉണ്ടായിട്ടുണ്ട്. ഇത് കണ്ടിട്ട് ബാക്കി പാർട്ടിക്കാരിനി വരും അതേപോലെ ടീഷർട്ട് ഇട്ടിട്ട്? അങ്ങനെ ഇടാൻ ഇവിടെ ആളില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് ആളുണ്ടാവില്ലേ? കുറവില്ല. ഉള്ള ആൾ തന്നെ ഇപ്പോൾ നമ്മളെ കൂടാണ്. ഉള്ള ആളൊക്കെ നമ്മളെ കൂടാണ്. അത് 2-3 ആളുണ്ടേനി ഓരിപ്പോൾ നമ്മളിവിടെ കച്ചവടത്തിനാണ്. അപ്പോൾ ഓരൊരിക്കലും അത് ഇടില്ല. ഇപ്പോൾ നമ്മളോട് ടീഷർട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട്. അടുത്ത ഞായറാഴ്ചത്തേക്ക് കുറേ ടീഷർട്ട് ചോദിക്കുന്നുണ്ട് ആളുകൾ. വേറെ ആൾക്കാരുണ്ട് ഇവിടെ? ഇവിടെ ഇഷ്ടം പോലെ ലീഗാരല്ല, ബാക്കിയൊക്കെ CID ആൾക്കാരാണ്. അത്രേ ഉള്ളൂ. നമ്മളെ പാർട്ടി ലെവലിൽ വേറെ ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ, പല പാർട്ടികളുണ്ട്. വെറൈറ്റി കച്ചവടം നടത്തുന്നവരുള്ളൂ. വെറൈറ്റി കച്ചവടം നടത്തുന്നവർ, അത്രേ ഉള്ളൂ. അതൊന്നും വിഷയമല്ല. എല്ലാവരും സൗഹാർദ്ദത്തിലാണ് കച്ചവടം നടത്തുന്നത്. അതൊന്നും വിഷയമല്ല. അല്ലല്ല. ഓക്കെ. ഇവിടെ മിഠായി തെരുവിൽ എല്ലാവരും ഒത്തൊരുമയിലാണ്. ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധിൻ്റെ ടീഷർട്ട് ഉണ്ട്, അതിട്ട് കച്ചവടം ചെയ്യും. രാഘവേട്ടൻ്റെ കച്ചവടം ഉണ്ട്. UDFും പിന്നെ ഇന്ത്യ സഖ്യവും, അതാണ് നമ്മളെ അജണ്ട, അതാണ് നമ്മളെ മുദ്രാവാക്യം. അത് വരണം. ഏതായാലും തെരഞ്ഞെടുപ്പിനൊപ്പം കച്ചവടം കൂടെ ചൂട് പിടിക്കട്ടെ. വീഡിയോ ജേർണലിസ്റ്റ് മകേഷ് കുമാറിനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്, റിപ്പോർട്ടർ കോഴിക്കോട്.